എന്താ വഴി? ഏതസ്മാതപരം കിഞ്ചിൽ മനഃശുദ്ധ്യൈ ന വിദ്യതേ. അല്ലേ? കൈ കഴുകാൻ ഹാൻഡ് വാഷ്, മുഖം കഴുകാൻ ഫേസ് വാഷ്, വായ കഴുകാൻ മൗത്ത് വാഷ് ഒക്കെ ഉണ്ട്. മൈൻഡ് വാഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടോ? കുറേ സോപ്പ് വെള്ളം എടുത്ത് കുടിക്കുക, എന്നിട്ട് 4 കുലുങ്ങുക. എന്നാൽ മനസ്സ് ശുദ്ധാവുമെങ്കിൽ എന്തായിരുന്നു? ഇതൊന്നുമില്ല. അപ്പോൾ മനസ്സിനെ ശുദ്ധമാക്കിയാലേ ഫലമുള്ളൂ എന്നുണ്ടെങ്കിൽ മനസ്സിനെ ശുദ്ധമാക്കാൻ എന്താ വഴി? സകൃന്മന കൃഷ്ണപദാരവിന്ദയോ നിവേശിതം തൽഗുണരാഗിയൈരിഹ നതേയമം പാശഭൃതശ്ച തൽഭടാൻ സ്വപ്നേപി പശ്യന്തി ചീർണ നിഷ്കൃത. പരീക്ഷത്തെ ഹൃദയത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാന്റെ പാദാരവിന്ദത്തെ ഒരുവന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒറ്റത്തവണ കണ്ടാൽ മതി. ഇതൊക്കെ ശുഖബ്രഹ്മർഷിയുടെ ഒരു സൂത്രപ്പണിയാട്ടോ. ഇത് ഒറ്റത്തവണ കണ്ടാൽ മതി. ഒരു തവണ കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തവണ കണ്ടാൽ മതിയല്ലോ എന്ന്. പക്ഷെ ഒരു തവണ കാണണമെങ്കിൽ എത്ര മെനക്കെടണം. ഇനിയിപ്പോൾ ഒരു തവണ കണ്ടു എന്ന് വിചാരിക്കുക, പിന്നെ വേറെന്തെങ്കിലും കാണാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാണാൻ തോന്നുമോ? അപ്പോൾ നമ്മളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശുഖബ്രഹ്മർഷി പറയുന്ന വാക്കാ സകൃന്മന. ഒരിക്കലെങ്കിലും ഭഗവാന്റെ പാദത്തെ മനസ്സിൽ ചിന്തിക്കൂ. അങ്ങനെ ഒരിക്കലെങ്കിലും ഭഗവാന്റെ പാദാരവിന്ദത്തെ മനസ്സിൽ ഒരാൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഈ കാലനെയോ കാലഭടന്മാരെയോ കാലത്തെയോ സ്വപ്നത്തിൽ പോലും ഭയക്കേണ്ടി വരില്ല. മനസ്സിൽ ഈശ്വരസ്മരണ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾ പ്രായശ്ചിത്തം എത്ര ചെയ്തിട്ട് കാര്യവുമില്ല. ന നിഷ്പുനന്തി രാജേന്ദ്ര സുരാകുംഭം ഇവാപഗാഹ. അഴുക്ക് നിറഞ്ഞ ഒരു കുടം ഗംഗയിൽ പോയിട്ട് പടപടപട മുക്കിയെടുത്തു. എന്നിട്ട് കുടം ശുദ്ധായി എന്ന് അവകാശപ്പെട്ടാൽ എന്തൊരു വിഡ്ഢിത്താത്. അകത്തുള്ള അഴുക്ക് പോവാത്തിടത്തോളം ഏത് തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചിട്ടും കാര്യമില്ലല്ലോ. അല്ല, നമ്മുടെ മനസ്സ് ശുദ്ധമാണ് വിചാരിക്കുക, ഭക്തിയുണ്ട് വിചാരിക്കുക. ഉള്ളം കയ്യിലൊരു തുള്ളി വെള്ളമെടുത്ത് ഗംഗേച യമുനയെ ചേവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പ്രാർത്ഥിച്ച് സപ്തതീർത്ഥമാക്കാൻ നമുക്ക് സങ്കല്പം കൊണ്ട് സാധിക്കും. ഭക്തിയില്ലാത്തവർ ഈ സപ്തതീർത്ഥത്തിൽ പോയി മുങ്ങിയിട്ടും കാര്യമില്ല. അല്ലേ? പണ്ട് നാരായണത്ത് ഭ്രാന്തനൊന്നുമല്ല, എന്നാലും നമുക്ക് ഭ്രാന്തുള്ളത് കൊണ്ട് അയാളെ ഭ്രാന്തെന്ന് വിളിച്ചു എന്ന് മാത്രം. അദ്ദേഹം ഒരു കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറേ പണ്ഡിതന്മാർ ഗംഗയിൽ കുളിക്കാൻ പോവുക. നാരായണത്ത് ഭ്രാന്തനോട് ചോദിച്ചു, വരുന്നോ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ രാവിലെ ആയാൽ നല്ല തിരക്കാണ്. ഈ കല്ല് എടുത്ത് മുകളിൽ കയറ്റണം, അവിടുന്ന് താഴേക്ക് ഇടണം, ഞാൻ വരുന്നില്ല. ഞങ്ങൾ ഗംഗയിൽ കുളിക്കാൻ പോവുക. ഏതായാലും നിങ്ങൾ പോവുമല്ലേ? ഒരു വടി കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് പകരം ഈ വടി ഒന്ന് മുക്കിയാൽ മതി ഗംഗയിൽ. ഭ്രാന്തൻ്റെ ഓരോ ഭ്രാന്ത് എന്നും പറഞ്ഞ് ആ പണ്ഡിതന്മാർ വടിയെടുത്തു പോയി. ഗംഗയിൽ മുങ്ങുന്ന സമയത്ത് അവർ ഈ നാരായണത്ത് ഭ്രാന്തൻ കൊടുത്ത വടിയും ഒന്ന് ഗംഗയിൽ മുക്കി. പക്ഷേ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് കഴിയുന്നത് വിട്ടുപോയി. ഗംഗയുടെ ആഴത്തിലേക്ക് ആ വടി അങ്ങ് താഴ്ന്നുപോയി. തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ അതേ കുളത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇയാൾ. നാരായണത്ത് ഭ്രാന്തനോട് പറഞ്ഞു, ഞങ്ങൾ ഗംഗയിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞു വരികയാണ്. അങ്ങ് തന്ന വടി ഗംഗയിൽ മുക്കി, പക്ഷേ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് വിട്ടുപോയി, അത് തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അത്ര ഗംഗയിലാണോ പോയത്? അതെ. എന്നാൽ ഈ കുളത്തിലുണ്ടാവും. ഗംഗയിലല്ലേ പോയത്? അതെ. എന്നാൽ ഈ കുളത്തിലുണ്ടാവും എന്ന് ഇദ്ദേഹം പറയുമ്പോഴേക്കും ആ കുളത്തിനകത്ത് നിന്ന് ആ വടി പൊന്തി വന്നു എന്നാണ് കഥ. അപ്പോൾ മനസ്സ് ശുദ്ധമാണ് ആണെങ്കിൽ ഏത് ജലവും നമുക്ക് തീർത്ഥമാണ്. മനസ്സ് ശുദ്ധമല്ലാച്ചാലോ ഏത് തീർത്ഥവും നമുക്ക് ജലമാണ്. ഇതുപോലെ ഭക്തിയില്ല ഉള്ളിലെന്നുണ്ടെങ്കിൽ എത്ര നാമം ജപിച്ചാലും അതൊരു അധരവ്യായാമം മാത്രമാവും. നേരെ മറിച്ച് ഭക്തി ഉള്ളിലുണ്ടെങ്കിലോ
പുത്രനെ ഓർത്ത് ജപിച്ചൊരു നാമം പോലും ഭഗവാന്റെ നാമത്തിന് തുല്യം ശക്തി നമുക്ക് നൽകും എന്ന് പറഞ്ഞിട്ടാണ് അജാമിള ചരിതം എന്ന പ്രകരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രദ്ധിക്കണം, അജാമിളൻ്റെ ഗുണഗണങ്ങൾ അനേകം പറയുന്നുണ്ട് ഭാഗവതത്തിൽ, അല്ലേ? നമ്മൾ അജാമിളൻ്റെ ദോഷങ്ങൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഈ ദോഷങ്ങളൊന്നുമില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു ആര്? അജാമിളൻ. അയം ഹി ശ്രുതസമ്പന്ന ശീലവൃത്തഗുണാലയ ധൃതവ്രതോ മൃതുർദാന്ത സത്യവാൻ മന്ത്രവിൽ ശുചി ഗുരുവജ്ഞതിഥി വൃദ്ധാനാം ശുശ്രൂഷോ നിരഹങ്കൃത. ഇങ്ങനെ അജാമിളൻ്റെ ഗുണങ്ങൾ അനേകമുണ്ട്. അപ്പം അങ്ങനെയൊരു കാലം അജാമിളന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ നല്ല ഒരു കാലം അജാമിളന് ഉണ്ടായത് കൊണ്ടാണ് കെട്ടകാലത്തിലേക്ക് വീണപ്പോഴും അജാമിളനെ ഭഗവാൻ രക്ഷിച്ചത്. അല്ലാണ്ട് എന്ത് മഹാപാപവും ചെയ്തിട്ട് അവസാനം ഒരു നാരായണ എന്ന് ജപിച്ചാൽ ഭഗവാൻ ലൈസൻസ് തരുന്നല്ലതല്ല അജാമിളോപാഖ്യാനം. ഇപ്പോൾ നല്ല സുന്ദരനായിട്ടൊരാൾ ഒരു വയലിൽ കൂടിയിട്ട് നടന്നു പോവുക. അപ്പോൾ ഈ വയലൊക്കെ കൃഷിക്ക് വേണ്ടി ഉഴുത് ചെളി നിറച്ചിരിക്കുന്ന സമയം. ഇയാൾ ഈ വയലിലെ കൂടി പോണ സമയത്ത് കാല് തെറ്റിയിട്ട് ഈ ചെളിയിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ പോരാ, ഇയാൾ ചെളിയിൽ മുങ്ങി നിവർന്നു. നാട്ടുകാരൊക്കെ ഇയാളെ പിടിച്ചൊരു കിണറ്റിൻ്റെ സൈഡിലിരുത്തി. അയാളിപ്പോൾ കാണാൻ സൗന്ദര്യമുണ്ടോ? അതാരാളെന്ന് തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല. നാട്ടുകാരെന്ത് ചെയ്തു? കിണറ്റിന്ന് ഓരോ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തലയിൽ കൂടി ഒഴിക്കാൻ തുടങ്ങി. ഒഴിക്കുന്നതിനനുസരിച്ച് ഇയാളുടെ ശരീരത്തിലുള്ള ചെളിയൊക്കെ നീങ്ങി ഒരു 10 ബക്കറ്റ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും ആരായി? നേരത്തെ വൃത്തികെട്ട സാധനമൊന്നുമല്ല, ഇപ്പോൾ സുന്ദരനായി. ഇത് കണ്ടു തീരെ സൗന്ദര്യം ഇല്ലാത്ത ഒരുത്തൻ ഇയാളോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് ചെളിയിലാണ് വീണതെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ഇറങ്ങുമ്പോഴുള്ള സ്ഥലത്താണ്. ഇയാൾ ഓടിപ്പോയിട്ട് അവിടെയുള്ള ചെളിയിൽ മുഴുവൻ കിടന്നുരുണ്ട് കിണറിൻ്റെ സൈഡിൽ വന്നിട്ട് പറഞ്ഞു, ഒരു 10 ബക്കറ്റ് വെള്ളം എൻ്റെ തലയിൽ ഒഴിക്കൂ. എന്തിന്? എനിക്ക് സൗന്ദര്യം ഉണ്ടാവട്ടെ. ഇവൻ്റെ തലയിൽ ഒഴിച്ചാൽ സൗന്ദര്യം ഉണ്ടാവുമോ? അപ്പോൾ പിന്നെ മറ്റേ ആൾക്കോ? അയാൾക്ക് നേരത്തെ സൗന്ദര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇതുപോലെ അജാമിളനൊരു നാമം ജപിച്ചു എന്നുള്ള കഥ കേട്ടിട്ട് എന്ത് മഹാപാപവും ചെയ്തിട്ട് അവസാനം നാരായണ എന്ന് ജപിക്കാം എന്നുള്ളതല്ല. അജാമിളൻ പരമഭക്തനായിരുന്നു, ധർമ്മനിഷ്ഠയുള്ളവനായിരുന്നു, ഗുരുത്വമുള്ളവനായിരുന്നു, സകല ഗുണങ്ങളും തികഞ്ഞവനായിരുന്നു അജാമിളൻ. പക്ഷേ എതിർച്ചയാ അദ്ദേഹത്തിന് വനത്തിലേക്ക് എന്തോ ചമതയോ മറ്റോ ശേഖരിക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അവിടെ വച്ച് അദ്ദേഹം ഒരു പാട്ട് കേട്ടു. കേട്ടതാരാ? ചെവി കേട്ടപ്പോൾ കണ്ണിനൊരു മോഹം, എന്ത് കാണണം. കണ്ടപ്പോൾ ഒരു സുന്ദരി, അപ്പം നാവിനൊരു മോഹം, എന്ത് മിണ്ടണം. മിണ്ടിയപ്പോൾ ത്വക്കിനൊരു മോഹം, തൊടണം. അല്ലേ? അപ്പോൾ ഒരു ഇന്ദ്രിയമേ ആകർഷിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ കൂടി അങ്ങോട്ട് പിടിച്ചു വലിച്ചു എന്നാ.